കഴിഞ്ഞ ദിവസമല്ലേ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ഒരു കുടുംബം അബുദാബി ദുബായ് വഴിയിൽ വെച്ചുകൊണ്ട് അപകടത്തിൽപ്പെട്ട് കാറപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയത്. 4 കുട്ടികളുടെ ജനാസ ഉമ്മയുടെ അരികിലേക്ക്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഉമ്മയുടെ അരികിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള അവരുടെ ദയനീയ മുഖം, അതോടൊപ്പം തന്നെ അവരുടെ പ്രിയപ്പെട്ട ഉപ്പ മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം വിഷാദനായി ദുഃഖിതനായി നിൽക്കുന്നതാകുന്ന വീഡിയോ ചിത്രം നമ്മളൊക്കെ കണ്ടതാണ്. ലൈസൽ ഖബറു കൽ മുആയന, കേൾക്കുന്നത് പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അനുഭവിക്കുമ്പോഴുള്ള തീഷ്ണമാകുന്ന വേദന. അള്ളാഹു അത്തരത്തിലുള്ള ദുരന്തങ്ങളെ തൊട്ട് നമ്മയും കുടുംബത്തെ അള്ളാഹു കാക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പരിപൂർണ്ണ സമാധാനം കൊടുക്കട്ടെ. ഉറക്കെ ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും അവരോർക്കും ഓരോ യാത്രവേളയിലും മക്കളെ കുറിച്ച്. മക്കളെന്നിനി പറയുമ്പോൾ തന്നെ അവ കുട്ടികളുടെ പ്രായത്തിലുള്ള 14, 12, 8, 6 വയസ്സുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ അവർ ഉറപ്പായും കരയും. കാരണം എന്താ? അത്രയേറെ നേരെ കൺമുന്നിൽ കണ്ടതാണ് അപകടം. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുർക്ക് സമാധാനം കൊടുക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ ഏതെല്ലാം നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നാലും, ബുൾഡോസർ കൊണ്ടുവന്നതിന്റെ വീടുകളെ തച്ച് തകർക്കപ്പെട്ടാലും, നിന്റെ ദീനിനെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയ്ക്ക് നിന്നെയും കുടുംബത്തെയും പരിപൂർണമായി ശാരീരികമായി മാനസികമായി തളർത്തുന്ന നിലയ്ക്ക് എന്തെല്ലാം ക്രയവിക്രയങ്ങൾ ആരെങ്കിലും ചെയ്തൊടുക്കിയാലും നീ വിഷമിക്കണ്ട മോനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇൻ തസ്ബിറൂ വതത്തഖൂ, ക്ഷമിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട്, നോമ്പുകൾ നോറ്റുവീട്ടിക്കൊണ്ട്, സകാത്തുകൾ കൊടുത്തു വീട്ടിക്കൊണ്ട്, പാപങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട്, നിരാലംബർക്ക് അവലംബമായി, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ കാവൽ പടനായി നീ നിലകൊണ്ടുവോ ലാ യളുറുക്കും കൈദുഹും ശൈആ, ലാ യളുറുക്കും കൈദുഹും ശൈആ. ഒരു ശത്രുവിൻ്റെതാകുന്ന ശത്രുതയും നീ പേടിക്കേണ്ടതില്ല. നിന്റെ രോമത്തിൽ തൊടാൻ അവർക്ക് സാധിക്കില്ല. അവരുടെ ഒരു ചതിപ്രയോഗവും നിനക്കേശൂല എന്ന് വിശുദ്ധമായ ഖുർആൻ. ബദറിൽ കണ്ടതല്ലേ, ഉഹദിലും കണ്ടതല്ലേ, എല്ലാ ഇസ്ലാമിക ധർമ്മ സമരങ്ങളിലും പ്രിയപ്പെട്ട അനുയായികൾ വിജയശ്രീലാളിതരാകാൻ കാരണം ആളുകളുടെ ബലമല്ല, ആൾബലമല്ല, ആയുധ ബലമല്ല, സായുധ ബലമല്ല, ഇലാഹിയാകുന്ന പടച്ചറപ്പിലേക്കുള്ള മുറിഞ്ഞുള്ള ജീവിതമാ, തഖ്വയിലധിഷ്ഠിതമായ ജീവിതമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അന്നവർക്ക് സഹായിയായി നിലകൊണ്ടത് പ്രിയപ്പെട്ടതാകുന്ന മലക്കുകളാണ്. അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചു. 313ഓളം വരുന്നതാകുന്ന അങ്കുരി പരിമിതമായ സഹാബത്ത്. ആ മലക്കുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് മഹാനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മലക്കുകളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാകുന്ന മലക്കുകൾക്ക് പ്രത്യേക പദവിയുണ്ട്. ഏതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാകുന്ന സഹാബുകൾക്ക്, നബിയുടെ പ്രിയപ്പെട്ട അനുയായികൾക്ക് മറ്റുള്ള അനുയായികളെക്കാൾ പവർ കൂടുതലാണ്, ശ്രേഷ്ഠത കൂടുതലാണ്. ബദറിൽ പങ്കെടുത്തവർക്ക് പ്രത്യേക കാറ്റഗറിയാണ്. ഇത് നബിതങ്ങൾ തന്നെ പറഞ്ഞുവെങ്കിൽ പിന്നെ നമ്മളത് അനുവദിച്ചു കൊടുക്കണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരുടെ പേരുകൾ അനുസ്മരിക്കാതെ ഒരൊറ്റ വ്യക്തിയും വിലായത്തിന്റെ തലത്തിലേക്ക് എത്തൂലെന്ന് അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ വിലായത്ത് അള്ളാഹുവിലേക്കുള്ളതാകുന്ന പരിപൂർണമായ മുറിഞ്ഞ ജീവിതം കൊണ്ടാണ് കിട്ടുക. ആ സുലൂക്കിലേക്ക് എത്തിയ ആളുകളാണ് അസ്ഹാബുൽ ബദരീങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്ന് പല ആളുകളും വ്യാജ തരീഖത്തുകളുമായി സമൂഹത്തിൽ കടന്നു വരുന്നുണ്ട്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ സമൂഹത്തെ കാക്കുമാറാവട്ടെ. അവർ അവകാശപ്പെടുന്നത് തന്നെ നിസ്കാരം വേണ്ട എന്നാണ്. നിങ്ങൾ നിസ്കരിക്കൊന്നും വേണ്ട, എല്ലാവരും സ്നേഹിച്ചാൽ മതി എന്ന് പറയുന്ന സൂഫി ബോർഡ് ഈ അടുത്ത് നിലവിൽ വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവസാന ചാനലുകളെയൊക്കെ വിളിച്ചിട്ട് മീഡിയയ്ക്ക് മുന്നിൽ അവർ പറയാണ്, മതത്തിലൊന്നും കാര്യമില്ല, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാലോ ഇസ്ലാമിന്റെ ഷിആറുണ്ട്,
താടിയുണ്ട്, തലയെക്കെട്ടുണ്ട്, കോലമുണ്ട്, ഷാളുണ്ട്, എല്ലാ രൂപവും വസ്ത്രമൊക്കെ വെളുപ്പാണ്, ശുഭവസ്ത്രധാരികളാണ്. എല്ലാം ഉണ്ടായിട്ട് മീഡിയയുടെ മുന്നിൽ പറയാണ്, ഞങ്ങൾ ഇസ്ലാമിന്റെ പ്രതിനിധികളല്ല കേട്ടോ, ഞങ്ങൾ മതത്തിന്റെ ആളുകളല്ല, മറിച്ച് ഞങ്ങൾ സ്നേഹത്തിന്റെ ആളുകളാണ്, എല്ലാവരെയും സ്നേഹിക്കാൻ വന്നവരാണ്. കാരണം അതൊക്കെ പറഞ്ഞാലാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ മീഡിയയിൽ കവർ ചെയ്യുക. അപ്പൊ ആളുകൾ നല്ല മനുഷ്യന്മാർ, ഇത്രയും പോലും നല്ല ഈമാനികമായ സ്നേഹമുള്ള ആളുകൾ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും സ്നേഹിക്കാത്തതുപോലെ. ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം പഠിപ്പിച്ചതാകുന്ന വ്യക്തി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും കൂടുതൽ കരുണ വിഭാവന ചെയ്ത ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആൻ. കരുണ ലോകത്തിന് ഏറ്റവും കൂടുതൽ ചൊരിഞ്ഞ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടല്ലേ ഖുർആൻ മറിക്കുമ്പോൾ ആദ്യമായി തന്നെ ഖുർആനിൽ വരുന്നതാകുന്ന ആയത്ത് ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം, പരമകാരുണികനും ദയാലുമാകുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഒരു ഖുർആൻ വായിക്കാൻ തുടങ്ങുമ്പോൾ, ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരാളുടെ ഹൃദയത്തിലേക്ക് പതിയണം, മുസ്ലിമീങ്ങളുടെ ദൈവമാകുന്ന അല്ലാഹു കരുണാമയനാണ്, കാരുണ്യവാനാണ് എന്ന് ഹൃദയത്തിലേക്ക് പതിപ്പിക്കുകയാണ് അതിലൂടെ ലക്ഷ്യം. ഖുർആൻ ഏത് സൂക്തവും 114 സൂക്തങ്ങളിൽ 113 സൂക്തങ്ങൾ തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ്. ആ ബിസ്മിയിലെല്ലാം വിശേഷണ നാമങ്ങളായി അള്ളാഹു കൊണ്ടുവന്നത് കരുണയുടെ പദങ്ങളാണ്. എന്നാലോ അള്ളാഹുവിന് വിശേഷണ പദങ്ങൾ ഇതല്ലാതെ തന്നെ 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട് മൊത്തത്തിൽ. ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദ. ഈ അർ-റഹ്മാൻ അർ-റഹീം ഒഴിച്ച് ബാക്കി അള്ളാഹുവിന് ഇനി 97 നാമങ്ങളുണ്ട്. ഈ 97 നാമങ്ങളും വേണമെങ്കിൽ ഓരോ സൂക്തങ്ങളിലും അള്ളാഹുവിന് കൊടുക്കാമായിരുന്നു. ബിസ്മില്ലാഹി അർ-റഹ്മാൻ അൽ-ഗഫൂർ, പാവം പൊറുക്കുന്നവൻ, അള്ളാഹുവിന് വിശേഷണ നാമമാണ്, കൊടുത്തില്ല. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്തിലൂടെ അള്ളാഹു ധാരാളമായി എണ്ണുകയാണ്, പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഗഫൂറാണ്, വദൂദാൻ, അവൻ ശക്കൂറാണ്, അവൻ റഹ്മാനാണ്, റഹീമാണ്. ധാരാളം വിശേഷണ നാമങ്ങൾ. ഈ 99 നാമങ്ങൾ ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയത് ഖുർആനിലൂടെ അർ-റഹ്മാൻ അർ-റഹീം എന്നാണ്. എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ ദൈവമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ്, പരിപാലകനാണ്, അവൻ പരമകാരുണികനാണ്. കരുണ ഏറ്റവും കൂടുതൽ വിഭാവന ചെയ്തതാകുന്ന വ്യക്തിയാണ് അല്ലാഹു. കരുണ ലോകത്തിന് വിഭാവനം ചെയ്യാൻ വേണ്ടി നബിതങ്ങൾ അയച്ചു ഒരു പ്രവാചകരെ, അള്ളാഹു അയച്ചു ഒരു പ്രവാചകരെ. അവസാനത്തെ പ്രവാചകർ അതാരാ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ പ്രവാചകരെ കുറിച്ച് പറഞ്ഞതോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യം തങ്ങൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണല്ലോ നബിതങ്ങൾ എല്ലാ സൃഷ്ടിജാലങ്ങളോടും കരുണയോടുകൂടി വർത്തിച്ച വ്യക്തിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. 2 അർത്ഥങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന്, ലോകരിലേക്ക് മുഴുവനും ദഅവത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി. രണ്ടാമത്തത്, ലോകരിലേക്ക് മുഴുവനും കാരുണ്യത്തിനു വേണ്ടി ചൊരിയപ്പെട്ടതാകുന്ന വ്യക്തി, ഇറക്കപ്പെട്ട വ്യക്തി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബിതങ്ങളുടെ കാര്യം പറയണ്ട, അതൊക്കെ കൊച്ചു കുട്ടികൾ പോലും മദ്രസയിൽ നബിദിന പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. ഓരോ ജീവജാലങ്ങളോടുള്ള പ്രവാചകന്റെ കാരുണ്യം വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ അള്ളാഹു കരുണാമയനാണ്. പ്രവാചകരോ ഈ ലോകത്ത് കരുണയുടെ വ്യക്തിയായിട്ട് നിലകൊണ്ട വ്യക്തിയാണ്. ആ പ്രവാചകർക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആനോ അല്ലാഹു തന്നെ പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആൻ
ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് രോഗശമനമാണ്, കാരുണ്യമാ. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന മനുഷ്യരുണ്ടോ, മാനവനുണ്ടോ? രോഗങ്ങൾ ശമനമാണ്, ശമനമാണ്. അവന് കരുണ വർഷിക്കാൻ ഹേതുവാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അള്ളാഹു പഠിപ്പിച്ചു. ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവന് രോഗശമനം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ക്യാൻസർ പിടിപെട്ടു, മാരകമാകുന്ന രോഗങ്ങൾ വന്നു, ഡോക്ടർമാരെല്ലാവരും കൈയൊഴിഞ്ഞു. നമുക്ക് നിയ്യത്ത് ചെയ്യാമല്ലോ, രോഗം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഖുർആൻ ഒരു ഖത്മ് തീർക്കാൻ ഞാൻ നേർച്ചയാക്കി. നിയ്യത്ത് ചെയ്യാം. നമ്മൾ ബാക്കിയൊക്കെ നേർച്ചയാക്കുന്നുണ്ട്, കോഴിമുട്ട നേർച്ചയാക്കുന്നുണ്ട്, അത് നേർച്ചയാക്കുന്നുണ്ട്, ഇത് നേർച്ചയാക്കുന്നുണ്ട്, നേർച്ചയാക്കേണ്ടത് വിട്ടുപോകുന്നുണ്ട്. ഖുർആൻ ഒന്ന് ഖത്മ് തീർക്കാൻ നേർച്ചയാക്കി. എന്നിട്ട് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി നോക്ക്, ഉറപ്പായി ശമനം കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം അല്ലാഹു തന്നെ പറഞ്ഞതാണത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ കൊണ്ട് ശമനം കിട്ടുമെന്ന് അല്ലാഹു ആണ് പറഞ്ഞത്. ആ നേർച്ച നേർന്ന് വെക്കുമ്പോൾ നമുക്ക് ഓതാനും എളുപ്പം കിട്ടും. മറ്റേത് നമ്മൾ ഇട്ട് തള്ളും. ഒന്ന് ഓതാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതിയെന്നല്ലാതെ നിയ്യത്തൊന്നും വെക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് ഓതി 2 ജ്യൂസ് ആകുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ടങ്ങ് അവസാനിക്കും. മറ്റേതൊരു നീയത്താണ്, എനിക്ക് ഓതി തീർക്കണമെന്നുള്ളൊരു നീയത്തുണ്ട്. ആ നീയത്ത് കരുത്തു വെക്കുന്നതോടുകൂടി ഓതാൻ വേണ്ടി ഒരു താല്പര്യം വരും. അല്ലാഹു പൂർത്തിയാക്കാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെയ്തു നോക്ക്. ഖുർആനിലെ പറഞ്ഞത് അല്ലാഹു തന്നെ പറഞ്ഞതല്ലേ, നിയ്യത്ത് ചെയ്തിട്ട്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, വലിയ മാറാവ്യാധികൾ വരുമ്പോൾ നിയ്യത്ത് വെക്കും. ഖുർആൻ മാത്രം മതിയോ? മറ്റുള്ളതുകൊണ്ട് എല്ലാം വേണം. ഖുർആനും വേണം, മൗലിദ് വേണം, എല്ലാം വേണം. മൗലിദ് ഓതേണ്ട സമയത്ത് മൗലിദ് ഓതണം, ദിക്ർ ചെല്ലേണ്ട സമയത്ത് ദിക്ർ ചെല്ലണം, എല്ലാം അനിവാര്യമാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹറുക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളുടെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ, പ്രവാചകർ ജനിച്ച സമയത്തുള്ളതാകുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഗദ്യമാകട്ടെ പദ്യമാകട്ടെ ഗദ്യപദ്യ സമ്മിശ്രമാകട്ടെ അത്തരത്തിലുള്ള മൗലിദിന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നവരെ തീർച്ചയായും എല്ലാ കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ടും അസൂയാലുക്കളുടെ അസൂയ തൊട്ടും മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ടും കാവലാണ്, കാവലാണ്. ഒരു നിലക്കുള്ള ബല ഉണ്ടാവുകയില്ല, ഒരു നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവില്ല. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം അല്ലാഹു നൽകുമേ, നൽകുമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൗലിദ് ഓതണ്ടെന്നല്ല, മൗലിദ് വേണം, അതിന് പ്രത്യേക ഖൈറുണ്ട്. അത് ഓതേണ്ട സമയത്ത് അത് ഓതണം, ഖുർആൻ ഓതേണ്ട സമയത്ത് ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ മസ്തല്ലേ, അത് ഓതാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഒരു മുസ്ലിമിനെ എങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പറ്റും? എല്ലാ ദിവസവും ഖുർആൻ പരിപൂർണമായി ശ്രദ്ധിക്കുന്നവരായി നമ്മൾ മാറണം. ഒരു ജുസ്, ഒരു 10 പേജെങ്കിലും ഓതാ തീർക്കാൻ പറ്റാത്ത ആരും ഈ സദസ്സിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം മലബാർ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി നല്ലൊരു ബന്ധം മദ്രസയിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. +2 തലം വരെ മദ്രസയിൽ പഠിക്കാത്തവർ വളരെ ചുരുക്കമാണ്, ഖുർആൻ ഓതാൻ അറിയാത്തവർ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നല്ല വൃത്തിക്ക് പാരായണം ചെയ്യൻ, ഖത്മ് നിയ്യത്ത് ചെയ്യൻ നമുക്ക് നന്നാവുന്ന പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അപ്പൊ അങ്ങനെ കരുണയുടെ മതമായി പഠിപ്പിച്ചതാകുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം. ഖുർആൻ കരുണയുടെ ഗ്രന്ഥമാണ്. ആ ഖുർആൻ ഇറക്കപ്പെട്ടത് പരിശുദ്ധ പ്രവാചകർക്കാണ്. ആ പുണ്യ പ്രവാചകരോ കാരുണ്യത്തിന്റെ പ്രവാചകരാണ്. ഈ ഖുർആനും ഈ പ്രവാചകരും ഒക്കെ നമുക്ക് നൽകിയതായ അല്ലാഹു ലോകത്തിന് വിഭാവനം ചെയ്യുന്നത് കരുണയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ കരുണയുടേതായി പഠിപ്പിക്കപ്പെട്ട ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാമാണ്. മറ്റൊരു മതത്തിൻ്റെതാകുന്ന ദൈവ ഗ്രന്ഥങ്ങളാണെന്ന് അവർ അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥവും ഈ പറഞ്ഞ രീതിയിൽ തുടക്കത്തിലോ ഒടുക്കത്തിലോ ഒന്നും പരിപൂർണമായി കരുണയുടെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. എവിടെയെങ്കിലൊക്കെ ഉള്ളിലുണ്ടെന്നല്ലാതെ ഇത്രയേറെ ആഴത്തിൽ വിശദീകരിച്ചതായി കാണാൻ പറ്റൂല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പ്രവാചകന്റെ ജീവിതം മുഴുക്കെ പരിപൂർണമായി കരുണയിലൂടെ ജീവിച്ച വ്യക്തിയാണ്. അങ്ങനത്തെ പരിശുദ്ധമായ പ്രവാചകരുടെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ആദർശത്തെ മാറ്റി നിർത്തിയിട്ട് ചില സൂഫി ബോർഡ് ഈ അടുത്ത് നിലവിൽ വന്നു, രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അവർ പറയുന്നു, നമുക്കെല്ലാവരോട് കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി വർത്തിച്ചാൽ മതി, ഇസ്ലാം മതം വേണ്ട എന്ന് വാദിക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ചെറുപ്പക്കാരിലൊക്കെ കടന്നു വരുന്നത് നിരീശ്വരവാദമാണ്, യുക്തിവാദമാണ്. അല്ല ഇല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ വിഷയമാണത്. ഇത്രയും കാലം ബിദ്അത്തിന്റെ ലാഞ്ചനകളും വിഷയങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ പുതിയ തലമുറയിൽ ഇനി കൂടുതലായി കടന്നു വരുന്നത് യുക്തിവാദങ്ങളാണ്. അല്ലാഹു ഇല്ല എന്ന് പറയുന്നതിലേക്ക് വാദിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ തലമുറ എത്തി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമാകുന്ന ഒരു അറബി കോളേജിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകനെ പറഞ്ഞയച്ചു. കുറച്ചു കാലം അവിടുന്ന് പഠിച്ചു. അവസാനം ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് കിട്ടിക്കെട്ട് ഡൽഹിയിൽ പോയി വിദൂര വിദ്യാഭ്യാസം നേടി, ഭൗതിക തലത്തിലുള്ള വിദ്യാഭ്യാസം നേടി, പുസ്തകത്തിന്റെ പുഴുവായി മാറി. അവസാനം പഠിച്ച് പുറത്തിറങ്ങി വന്നപ്പോ ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ചത് 2 കൊല്ലം മുമ്പാണ്. യുക്തിവാദമാണ് പിന്നീട് പ്രസംഗിച്ചത്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ല ഉണ്ട് എന്നും അള്ളാഹുവിനെ കുറിച്ച് സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞു വിട്ടതാണ് ദീനീ കലാലയത്തിലേക്ക്. അവിടെ ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് സമ്പാദിച്ച് സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പിന്നീട് ഡൽഹിയിൽ പോയിട്ട് വിദൂര വിദ്യാഭ്യാസം നേടി പിന്നീട് പുറത്തു വന്നതാകുന്ന കുട്ടി അവസാനം യുക്തിവാദിയായി, അല്ല ഇല്ല എന്ന് സമൂഹത്തിന് പറയുന്നവനായി മാറി. അപ്പൊ കാണുന്നില്ല എവിടെയാന്ന് അല്ലാഹു വരാം. യുക്തിവാദികളുടെ അവസ്ഥ ഇതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ അനിവാര്യമാണ്. അവർക്ക് ദീനീബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അല്ല ഇല്ല എന്ന് വാദിക്കുന്ന പുതിയ തലമുറ കടന്നു വരുന്ന കാലഘട്ടം. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും നീ കാവലിലാക്കണേ അല്ലാ, കാവലിലാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ വഴിപിഴച്ചു പോകുന്നു. എന്താണ് ശരീഅത്ത്, എന്താണ് ത്വരീഖത്ത്, എന്താണ് ഹഖീഖത്ത് എന്ന് മനസ്സിലാക്കാത്ത ധാരാളം ആളുകൾ. ഫശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ഇൻജലാ. മഹത്തുക്കൾ അയിമ്മത്തുകളെ രേഖപ്പെടുത്തുകയാണ്. എന്താണ് ശരീഅത്ത്, എന്താണ് ത്വരീഖത്ത്, എന്താണ് ഹഖീഖത്ത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹു കൽപ്പിച്ചതാകുന്ന എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുക്കുകയും അല്ലാഹു വിരോധിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളെ പരിപൂർണമായി ഒഴിവാക്കി ജീവിക്കുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അവൻ ശരീഅത്ത് മുറുകെ പിടിച്ചവനാണ്. فشريعة أخذ بدين الخالق وقيامه بالأمر والنهي انجلا. അല്ല കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും ഏറ്റെടുത്ത് അല്ല വിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പാടെ ഒഴിവാക്കി നല്ല ജീവിതം നയിക്കുമ്പോഴാണ് എന്ത് പിടിച്ചവനാകുക? ശരീഅത്ത്, ഇസ്ലാമിന്റെ മതനിയമങ്ങളെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചവൻ എന്ന് പറയാം. അയാൾ നല്ല ശരീഅത്തുള്ളതാണെന്ന് പറയണമെങ്കിൽ, ഒരാളെ ചൂണ്ടി പറയണമെങ്കിൽ അയാൾ ജീവിതത്തിൽ കള്ളോ കഞ്ചാവോ ലഹരിയോ പലിശയോ എന്ന് വേണ്ട ദീനിനെതിരായിട്ടുള്ള ഒരു വിഷയങ്ങളും ഇടപെടാത്തവനായിരിക്കണം. അതോടൊപ്പം തന്നെ നിസ്കാരവും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന, ദീനിന്റെ എല്ലാ ശിആറുകളെയും മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല സ്വാലിഹായ മനുഷ്യനായിരിക്കണം.
എങ്കിലേ എന്ത് പറയാൻ പറ്റുള്ളൂ? അയാൾ നല്ല ദീനീബോധമുള്ളവൻ നമ്മൾ പറയുമല്ലോ, ശരീഅത്തുള്ളവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത് ഫശരീഅത്തുൻ അഖദുൻ ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹിയിൻ ജലാ. അവനാണ് ശരീഅത്തുള്ളവൻ. ഈ ശരീഅത്ത് പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് മതത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കായി രണ്ടാമത്തതിലേക്ക് എത്തും. രണ്ടാമത്തെ പടിയാണ്, ദറജയാണ് ഏത്? ത്വരീഖത്ത്. ഇതില്ലാത്തവൻ ചുമ്മാ ദിക്റ് ചൊല്ലിയിട്ട് തരീഖത്താന്ന് പറഞ്ഞാൽ കാലേവാരി അടിക്കണവൻ, അവനാണ് ഓടിക്കേണ്ടത്. തലക്കിട്ട് നല്ല കൊട്ടു കൊടുക്കണം. ഇന്ന് നമ്മുടെ കൗമിൽ 95% അങ്ങനെ നടക്കുന്ന കൗമാണ്. തരീഖത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കാൻ. രാവിലെ എവിടെയായിരുന്നു ആചാര്യ? രാവിലെ ഇച്ചിരി അടിക്കാൻ പോയി, കയ്യും കാലും വിറയ്ക്കാതിരിക്കാൻ. കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് MDMA അടിച്ച് നിൽക്കുന്നവനൊക്കെ ഇതിനകത്ത് അംഗത്വം കൊടുത്തിട്ട് തരീഖത്താന്നും പറഞ്ഞുകൊണ്ട് ആളെ കൂട്ടാൻ പറ്റൂല. അതല്ല തരീഖത്ത്. കുറച്ച് ദിക്ർ ഇങ്ങോട്ട് വാരിക്കൊടുക്കും. ശൈഖ് കൊടുക്കുന്ന ഈ ദിക്ർ മാത്രം മുറുകെ പിടിച്ചാൽ മതി, ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, നിസ്കാരം വേണ്ട എന്ന് പറയുന്ന വ്യാജ ശൈഖന്മാർ ഇന്ന് ധാരാളമുണ്ട്, സമൂഹത്തിൽ ധാരാളം. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന നമ്മുടെ സഹോദരിമാരാണ്. അന്ധവിശ്വാസങ്ങളിൽ പരിപൂർണമായി മുഴുകെ പോകുന്നത് സ്ത്രീകളാണ്. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ കാക്കുമാറാവട്ടെ. വെറുതെ പറയല്ല. ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിൽ പരിപൂർണമായി മുറുകെ പോയത് ഒരു പെണ്ണാണ്, ഹവ്വാ റളിയല്ലാഹു അൻഹാ. ആദ്യമായി ഇബ്ലീസ് വന്നുകൊണ്ട് ദുർബോധനം നടത്തി. ആ കാണുന്ന മരത്തിലേക്ക് അടുക്കരുത് എന്ന് അല്ലാഹു പറയാൻ കാരണം, അത് കഴിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വർഗലോകത്ത് ശാശ്വതികത്വം കിട്ടും, ഇവിടെ രാജാവ് രാജ്ഞിയെപ്പോലെ സുഖമായി കഴിയാം നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും എന്ന് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ വലിയതാകുന്ന ചലനമുണ്ടായി ഹവ്വാ ഉമ്മയ്ക്ക് റളിയല്ലാഹു അൻഹാ. അവർ ഭർത്താവിനോട് നിർബന്ധം ചെലുത്തി. ആദം അലൈഹിസ്സലാം അത് കാരണമായിട്ട് പഴം കഴിക്കാൻ തുനിഞ്ഞു. ഇതാണ് ചരിത്രം. ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് പിശാചാണ്. ഈ അന്ധവിശ്വാസം ആദ്യമായി ഏറ്റെടുത്തത് സ്ത്രീകളാണ്. ഈ അന്ധവിശ്വാസം ഏറ്റെടുത്തതിലൂടെ ഉണ്ടായിത്തീരുന്നത് നിന്ദ്യവും നിസ്സാരവുമായ ജീവിതമാണ്. ദുനിയാവിലേക്ക് ഇറങ്ങി, സ്വർഗ്ഗത്തിൽ കഴിഞ്ഞിരുന്നാണ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വിശാലമാണ് ചരിത്രം, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒന്നുകൂടി പറയാം, 3 കാര്യങ്ങളാണത്. ഒന്ന്, ലോകത്താദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇന്നീലക്കും നാസിഹുൻ അമീൻ. ഖുർആൻ പറയുന്നുണ്ട്, ഇബ്ലീസ് വന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഉപദേശകനാണെന്ന് പറഞ്ഞ് പല വാക്കുകളും പറഞ്ഞ് പ്രചോദനം കൊടുത്ത് അന്ധവിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവന്നു, അന്ധകാരത്തിലേക്ക് എത്തിച്ചു. ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ വാക്ക് കേട്ടുകൊണ്ട് ആദ്യമായി ഹൃദയം ചലിച്ചത് ഒരു പെണ്ണിനാണ്, ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം. ഈ അന്ധവിശ്വാസത്തിലേക്ക് കുഴലൂത്ത് നടത്തിയപ്പോൾ അത് പെട്ടുപോയെന്ന് മാത്രമല്ല, അതിലൂടെ കുടുംബത്തിനുണ്ടായിരുത്തിരുന്നത് ഏറ്റവും വലിയ മാനഹാനിയാണ്. അവരുടെ വസ്ത്രം ഉരിയപ്പെട്ടു, സ്വർഗത്തിന്റെ ഇലകൾ പറിച്ചിട്ട് സൂറത്തുൽ അറാഫിൽ കാണാം, സ്വർഗത്തിൻ്റെതാകുന്ന ഇലകൾ പറിച്ചെടുത്ത് രണ്ടുപേരും വേഗം തന്നെ നാണം മറയ്ക്കാൻ വേണ്ടി തുനിഞ്ഞു. എന്തു പരിശുദ്ധമായ ഖുർആൻ! ഈ പഴം കഴിക്കാൻ അങ്ങോട്ട് തുനിഞ്ഞപ്പോ തന്നെ എന്തായി? അവരുടേതാകുന്ന നഗ്നത വെളിവായെന്നാണ്. വസ്ത്രം ഉരിയപ്പെട്ടു. വസ്ത്രം സ്വർഗത്തിൽ മസ്റ്റാണ്. സ്വർഗത്തിൽ വസ്ത്രം ഇല്ലാത്തവൻ എന്ത് വേണം? പുറത്തു പോകണം. സ്വർഗത്തിന്റെ നിയമമാണ് ഇത്. ആർക്കറിയാം? ഇബ്ലീസിനറിയാം. അതുകൊണ്ട് തന്നെ വസ്ത്രം ഉരിയപ്പെടാനുള്ള പണിയവനെടുത്തു. അള്ളാഹു വിലക്കിയതാകുന്ന കായികനികളെ കഴിപ്പിക്കാൻ. ഒരു പരീക്ഷണമാണ്. കാരണം അത്രയേറെ വിശാലമായ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ കായികനി മാത്രമാണ് അള്ളാഹു വിലക്കിയത്. ആ വിലക്കപ്പെട്ടതിലേക്ക് ഇബ്ലീസ് എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതിലൂടെ ഉണ്ടായിത്തീരുന്നത് ഏറ്റവും അവസാനമായി എങ്ങോട്ടേക്കാണ്? അതിന്റെ പര്യവസാനം ഏറ്റവും ആഖിബത്ത് മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യവസാനം അവർക്ക് നിന്ദ്യതയും നിസ്സാരതയുമായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോയാൽ നിന്ദ്യതയും നിസ്സാരതയും ഉറപ്പാണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു. ചെറിയ കുട്ടിയെ, 4 വയസ്സോ 2 വയസ്സോ കൊണ്ട് കുട്ടിയുണ്ട്. ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് ആനയുടെ അടിയിൽ കൂടെ നടത്തിക്കാൻ, പേടി മാറാൻ. കണ്ടായിരുന്നു നിങ്ങളല്ലേ? അവസാനം ഇവന്റെ കയ്യിൽ നിന്ന് ഈ പാപ്പാന്റെ കയ്യിൽ നിന്ന് ആന അടിച്ചിട്ടായിരിക്കുന്നത്, ഇവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് നിലത്തോട്ട് പോയി. ഒരു ചവിട്ടം കാണും. ആന അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ? പപ്പടായി പോവില്ലേ? ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് ഈ കൊടുത്തു വിട്ടതാകുന്ന മാതാപിതാക്കൾ എത്ര വിഡ്ഢികളാണ്, അന്ധവിശ്വാസങ്ങളാണ് ഇന്നും മനുഷ്യന്. 2024 28 വന്നാലും 30 വന്നാലും മനുഷ്യൻ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ഒരു തരി പുറത്തു പോകില്ല. അന്നും ഇന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
കുട്ടിയുടെ പേടി മാറാൻ വേണ്ടി ചെറിയ കുഞ്ഞിനെ തന്തേ നല്ലേ അറയി കൊടുത്തുവിട്ടിരിക്കുക പാപ്പാന്റെ കയ്യിൽ. അവനോ നല്ല 4 കുറ്റി അടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഫുൾ ബോട്ടിൽ അടിച്ചിട്ട് നിൽക്കുക. ഇങ്ങനെ ആടി ആനയുടെ അടിയിൽ കൂടെ കയറി പോവുക. അവസാനം ആനയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞങ്ങ് നിലത്തോട്ട് വീഴും. ആ സമയത്തെങ്ങാണ് ആന ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയില്ലെങ്കിലോ, ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് തുമ്പിക്ക് വേണ്ടെന്ന് ചുറ്റി വല്ല കഴിക്കാനുള്ള വാഴപ്പഴമെന്ന് കരുതി ചുരുത്തി എടുത്താൽ എന്ത് ചെയ്യും? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ കൗമ പോകുന്നത്? ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്താൻ സമൂഹത്തിൽ ഇന്നുണ്ട് കുറെ ആളുകളുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, പരിപൂർണമായ കാവൽ നസീബാക്കണേ അല്ലാ.